ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ചെടി ഒരു കാലത്ത് എല്ലാ പൂന്തോട്ടങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു ചെടിയാണ്. അതായത് മുസാണ്ട എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ ഒരു പിങ്ക് അതായത് ഒരു പീച്ച് കലർന്ന പിങ്ക് കളറ് അതായിരുന്നു സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്നത്. ഇത് വെള്ളയും ചുവപ്പും മഞ്ഞയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കാലക്രമേണ പുതിയ പുതിയ ചെടികൾ വന്നപ്പോൾ നമ്മുടെ ഈ ചെടികളൊക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. പക്ഷേ ഈ ചെടികളുടെയൊക്കെ ഒരു ഭംഗി എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇതൊക്കെ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാവുന്നതാണ്. ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പൂക്കളെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന വെളുത്ത ഭാഗം അത് യഥാർത്ഥത്തിൽ പൂക്കളല്ല. അതിൻ്റെ നടുവിൽ കാണുന്ന വളരെ ചെറിയ നക്ഷത്ര ആകൃതിയിലുള്ളതാണ് ശരിക്കുള്ള പൂക്കളെന്ന് പറയുന്നത്. ഈ ചെറിയ പൂവിനെ സംരക്ഷിച്ചുകൊണ്ട് ഇലകൾ രൂപാന്തരം പ്രാപിച്ചിട്ടുള്ളവയാണ് ആ വെളുത്ത നിറത്തിൽ നമ്മൾ പൂക്കളെന്ന് തെറ്റിദ്ധരിക്കുന്ന ഭാഗം. പിന്നെ ഇത് പൂക്കളുണ്ടാകുന്ന സമയമൊന്നും പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. എല്ലാ സമയത്തും പൂക്കളുണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കൂടുതൽ പൂക്കളുണ്ടായിട്ട് കാണുന്നു. നല്ല നീർവാർച്ചയുള്ള മണ്ണും നല്ല സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലത്ത് നടുകയാണെങ്കിൽ എപ്പോഴും ഇതിങ്ങനെ പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് ഈ ചെടിയെ നല്ല നിറച്ച് സ്ഥലമുള്ള ഇടത്താണെങ്കിൽ നല്ല പുൽത്തകിടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു കുഞ്ഞു മരം പോലെ അങ്ങനെയൊക്കെ നട്ടാൽ വളരെ മനോഹരമായിരിക്കും ഇത്. അതല്ല, നമുക്ക് മതിലിൻ്റെയൊക്കെ സൈഡിലായിട്ട് അങ്ങനെ വളർത്തുകയാണെങ്കിൽ കട്ട് ചെയ്ത് നിർത്തി അങ്ങനെ വേണമെങ്കിലും നല്ല മനോഹരമായിട്ട് നിർത്താൻ സാധിക്കുന്ന ഒരു ചെടിയാണ് ഇത്. നമ്മൾ സാധാരണയായിട്ട് കമ്പുകൾ മുറിച്ച് നട്ടോ അല്ലെങ്കിൽ ലെയറിങ് ചെയ്തോ ആണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ പലതരം നിറമുള്ള മുസാണ്ടകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെള്ളയും നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള അടുക്കായിട്ട് കാണുന്ന മുസാണ്ടയുമാണ്. ചുവന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ വെള്ളയിലാണ് കൂടുതൽ പൂക്കൾ എല്ലാ കാലത്തും പൂക്കളുണ്ടാവുന്നത്. ചുവന്നതിൽ പൂക്കൾ നിറച്ചുണ്ടാവുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് കുറച്ച് നാളുകളൊക്കെ അതിൽ പൂക്കളില്ലാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ വെള്ള അങ്ങനെയല്ല. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ തളിർത്ത് വരുന്ന ആ ഒരു ടൈം മാത്രമേ അതിൽ പൂക്കളില്ലാതിരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും അതിൽ പൂക്കളുണ്ടാവും. നമ്മൾ കട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ എന്നും പൂക്കൾ അതിലുണ്ടായിക്കൊണ്ടിരിക്കും. ചട്ടികളിലും നിലത്തും ഒരുപോലെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. പിന്നെ ഈ വെളുത്ത പൂക്കളുടെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ പൂന്തോട്ടത്തിൽ പലതരം ചെടികളും പൂക്കളൊക്കെ ഉണ്ടെങ്കിലും അതിനിടയിൽ ഒരു വെളുത്ത പൂക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ ആ ഒരു പൂവിലേക്കായിരിക്കും. നമ്മുടെ ഗാർഡനിൽ എന്തുകൊണ്ടും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. വളരെ പരിചരണം കുറഞ്ഞ ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്താൻ പറ്റുന്ന എന്നും പൂക്കളുണ്ടാവുന്ന ഈ ഒരു ചെടിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്